വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ കിടക്കുമ്പോൾ എണ്ണീറ്റ് ഒരു വ്ളോഗ് എടുക്കാൻ പോയി. അങ്ങനെ അതായത് ഞാൻ ഓൾറെഡി എണ്ണീറ്റു ഒരു 7 വേണ്ടിയിട്ട് 7:30. അപ്പോൾ രാവിലെ എണ്ണീറ്റപ്പോൾ വൺ ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലോട്ട് പോകണേന്. സോ അതിൻ്റെ എണ്ണീറ്റ് കുറേ നേരമായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കൊക്കെയാണ്. അപ്പോൾ ഞാനത് ഇടയ്ക്കൊന്നും എടുത്തില്ല, ഇടയ്ക്കൊന്ന് കട്ടാക്കി. കാരണം എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു. പിന്നെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പിന്നെ അതിനെ കുറച്ച് നേരം അവിടെ ഇട്ടു. പിന്നെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അടുക്കി വെച്ചു. എനിക്ക് ഈ വ്ളോഗ് എങ്ങനെ എടുക്കണമെന്ന് സത്യത്തിൽ അറിയില്ല. ഇതെൻ്റെ ഫസ്റ്റ് ലൈക്ക് ഇങ്ങനൊരു വ്ളോഗാണ്. ലൈക്ക് വൺ ഡേ വ്ളോഗ് പോലെ. വൺ ഡേ ഫുള്ളൊന്നുമില്ല, ഞാൻ ജസ്റ്റ് റാൻഡംലി എടുത്തതേ ഉള്ളൂ. അപ്പം അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം പകുതി വരെ ആക്കി വെച്ചിട്ടായിരുന്നു അത്ര രാത്രി കിടക്കാൻ. പിന്നെ രാവിലെ എണീറ്റ് ഫുള്ള് ബാക്കിയും കൂടെ എടുത്തു വെച്ചു. അങ്ങനെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ ഫുഡ് ഓൾറെഡി ഞാൻ നൈറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിയും പയറും. ആ കഞ്ഞിയും പയറും വെച്ച് രാവിലെ എല്ലാം കഴിച്ചു. അത് തന്നെ ഉച്ചയ്ക്ക് എടുത്തു. പിന്നെ ഉച്ചയ്ക്ക് പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് നോർമലി വെയിലിൻ്റെ സീനുണ്ട്, മൈഗ്രീൻ്റെ സീനുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് എടുത്തുകൊണ്ട് വരാനും എനിക്ക് ക്യാമറ നോക്കാനൊക്കെ ഭയങ്കര പാടാണ്. എൻ്റെ ഒരു കുടയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഭയങ്കര ഒരു സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഫോണും കാര്യങ്ങളൊന്നും പൊതുവെ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യും മെയിൻലി കോൺടാക്റ്റ് കാര്യങ്ങൾ, പിന്നെ ജീപ്പേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തണലത്തോട്ട് നിന്നിട്ടല്ലേ നോക്കുന്നത്. അപ്പോൾ ഈ നടക്കുന്ന ടൈമിൽ മോസ്റ്റ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീനാവാറുണ്ട് ചില ടൈമിൽ. സോ ദെൻ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ഫസ്റ്റ് പോൺസിൻ്റെ ക്രീമാണ്, ഡേ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് ബേസ് ഇട്ടിട്ട് അതിൽ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. സെറം ഞാൻ സ്കിപ്പ് ചെയ്തു അന്നത്തെ ദിവസം. സെറം എന്തോ എൻ്റെ കയ്യിൽ തീർന്നിട്ട് സ്കിപ്പ് ചെയ്തതാണ്. സെറം യൂസ് ഉണ്ടായിരുന്നില്ല. അതും ഞാൻ സെറം യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ തന്നെ സെറമായിരിക്കും. ഇത് ഓൾമോസ്റ്റ് അതിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തു. പിന്നെ ഡോട്ട് ആൻഡ് കീയിൽ ഒരു ലിപ് സെറം പോലത്തെ ലിപ് ബാം യൂസ് ചെയ്തു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. വൈറ്റ് കളറുള്ള ടോപ്പ്, അതിന് ഒരു സ്ക്രാച്ച് ലീവ്സ് ഉണ്ടായിരുന്നു, അതുമായിരുന്നു പെയർ ചെയ്തത്. ഇതിൻ്റെ ഫുൾ എടുക്കുന്നുണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതൊക്കെ. പിന്നെ ഞാൻ ഹെയർ ഫസ്റ്റ് ഞാനൊന്ന് ലൈക്ക് അഴിച്ചിട്ട് നോക്കി എങ്ങനെ കിടക്കുന്നു. പക്ഷേ അഴിച്ചിട്ട് എനിക്കൊരു ഒടുക്കം ഫീൽ അല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്ത് പോണിറ്റേക്കിൽ ചെയ്ത് വെച്ചിട്ടു. എനിക്കൊന്ന് കുറച്ചുകൂടി ബെറ്റർ പോണിറ്റേക്കാന്ന് തോന്നുന്നു. ലോങ്ങിന് പോണിറ്റേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ റാപ്പിഡ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് മീൻസ് ഭയങ്കര ഹരിബറി ആയിട്ട് പോയി. പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, താഴോട്ട് പോണിയിരുന്നു, പകുതി സ്കിപ്പായി. പിന്നെ ഇത് പോണ വഴിയിൽ കുറച്ച് നല്ല ലോങ് ഉണ്ടായിരുന്നു, നല്ല അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ വ്യൂവും കാര്യങ്ങളെല്ലാം ഇഷ്ടമായി. അങ്ങനെ എത്തിയിട്ട് ഞാൻ പോയിരുന്നത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു. ഞാൻ അവിടെ കയറുന്ന ടൈമിൽ എനിക്ക് ജസ്റ്റ് ഒന്നും കണ്ടില്ല, ലൈക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്ന് കിടക്കുന്നത്. പിന്നെ ഞാൻ അതായത് വേർ ഇസ് മൈ ട്രെയിൻ ആപ്പിൽ നോക്കിയപ്പോൾ അത് സെക്കൻഡ് പ്ലാറ്റ്ഫോമായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് 5th ആയി. പിന്നെ ഞാൻ അവിടെ ചെന്ന് കൺഫേം ചെയ്തിട്ട് 5th പ്ലാറ്റ്ഫോമിലേക്ക് പോയിരുന്നു. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കണ്ട ട്രെയിനിലാണ് പോകുന്നത്. സോ അതിന് ട്രെയിൻ ഓപ്പൺ ഒന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിരുന്നു. സോ ഗൈസ്, ട്രെയിൻ വന്നില്ല, അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിരുന്നു. ഞാൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു. അപ്പോൾ 5th പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു. ഒരു 5:30 ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഞാനിപ്പോൾ ഇരിക്കുന്നതിന് പുറകിലത്തെ ട്രെയിനാണ്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾമോസ്റ്റ് ഭയങ്കര ഹറിബറി ആയിപ്പോയി. പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു വീട്ടിൽ, അച്ഛൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഇവിടെ വന്നിങ്ങനെ ചുമ്മാ പറയില്ല. എനിക്ക് 1.5 മണിക്കൂർ നേരത്തെ എത്തി. സോ അവിടുത്തെ ഒരു നേച്ചുറൽ ബ്യൂട്ടിയാണത്. ഭയങ്കര നൈസായിരുന്നു. എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുണ്ടായിരുന്നു തോന്നുക. ഒരു ഈവനിങ് വൈബ്സും കാര്യങ്ങളൊക്കെ. ഒറ്റയ്ക്ക് പോയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയ ടൈമിൽ ഭയങ്കര ബോറടിച്ചിരിക്കുമായിരുന്നു. അയ്യോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്ത് ബോറായിരിക്കുന്നു. പക്ഷേ സോളോ ട്രിപ്പ് ഈസ് ദ ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര അതായത് നാട്ടിലോട്ടൊക്കെ പോകുന്നത് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ത്രില്ലുണ്ടായിരിക്കും ആ ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോളോ ആയിട്ട് പോകണം. ഒരു കാര്യം ഇത് ഒട്ടും ബോറായിട്ട്. ഞാൻ ഓൾറെഡി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ട് അത് സ്പോയിലാവുമെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് തന്നെ എൻ്റെ മേലെ കയറി കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് നല്ലോണം വെട്ടം വെച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി എത്താറായിരുന്നു. പിന്നെ ചാടത്തിൽ ഇറങ്ങി വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി പോയി. സോ അത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.